നോഹയെ നീ ജനിച്ചു വീണ സാഹചര്യം ശാപത്തിൻ്റെതാ. നോഹയെ നീ ജനിച്ചു വീണത് തകർച്ചയുടെ നടുവിലേക്കാ. എന്നാൽ ഈ കൃപ അവനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഉയർത്തി. 8-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചേ. വാക്യം: നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. കണ്ടോ, നോഹയെ നീ ജനിച്ചു വീണപ്പം ഭൂമി എങ്ങനത്തെ ഭൂമിയായിരുന്നു? ശാപം. പക്ഷെ അതേ നോഹയെ കൊണ്ട് ആ ഭൂമിയുടെ ചരിത്രം ദൈവം മാറ്റി. ദൈവം തന്നെ പറയുക, ഇനി ഞാൻ ഭൂമിയെ ശപിക്കത്തില്ല, ഇനി ഞാൻ ഭൂമിയെ നശിപ്പിക്കത്തില്ല. എന്നാ കാരണം? ഇവന്റെ ആരാധന ഉണ്ടല്ലോ, ഇവന്റെ ആരാധന എൻ്റെ മനോനിരൂപണത്തെ പോലും മാറ്റിക്കളഞ്ഞു, എൻ്റെ ചിന്താഗതിയെ പോലും മാറ്റിക്കളഞ്ഞു, എൻ്റെ ആശയത്തെ പോലും മാറ്റിക്കളഞ്ഞു. ഇന്ന് പകൽ നീ ഇവിടുന്ന് ആരാധിക്കുമ്പം കൈയടിക്കുമ്പം നാട്ടുകാർ പറയും, പൊട്ടനാ, നിനക്ക് വെളിവില്ലാത്തവനാ, നിനക്ക് സുബോധമില്ല. അല്ല, നിന്റെ ആരാധന ചരിത്രത്തെ മാറ്റുകയാണ്, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുകയാണ്, ഭൂമിയുടെ ചരിത്രത്തെ ഒരുത്തന്റെ ആരാധനയെ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ ആരാധന കുടുംബങ്ങളുടെ സ്ഥിതി മാറ്റുകയാണ്. ദൈവം അവിടെ ഉടമ്പടി ചെയ്തു. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ലെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചതാ, ഇനി ഈ പരിപാടി വേണ്ടാന്ന് തീരുമാനിച്ചതാ. പക്ഷെ ഇവന്റെ ആരാധന ഉണ്ടല്ലോ, സകലത്തെയും തിരിച്ചു മറിച്ചു. ഇന്ന് പകൽ നിന്റെ ആരാധന ചരിത്രങ്ങളെ മാറ്റുന്നു, നിന്റെ ആരാധന കുടുംബത്തിന്റെ ഭാവിയെ തിരിക്കുന്നു, പിശാചിന്റെ പദ്ധതികളെ പൊളിക്കുന്നു. ഈ ആരാധന ഇവിടെ നടക്കുമ്പോൾ കുടുംബത്തിനെതിരെ എഴുതി വെച്ചത് മാറുകയാണ്, തലമുറക്കെതിരെ എഴുതി വെച്ചത് മാറുകയാണ്, നിന്റെ കുടുംബത്തിനും നിന്റെ ഭാവിക്കും എതിരെ എഴുതി വെച്ചത് മാറുകയാണ്. പക്ഷേ അതിനിപ്പോ യാഗമൊന്നും ഇല്ലല്ലോ, അതിനെവിടെ പോയി ഇപ്പൊ യാഗം കഴിക്കും? വേണ്ട. 141-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു 2-3 വാക്യത്തിൽ, എന്റെ പ്രാർത്ഥന ധൂപമായി, എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി മാറട്ടെ. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി, എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ഇന്നുവരെ നിനക്ക് അറിയത്തില്ലായിരുന്നു എന്തിനാ ഞാൻ ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചേക്കുന്നെന്ന്. പക്ഷെ ബൈബിൾ പറയുക, നീ കൈ ഉയർത്തുമ്പോ അതിന്റെ അർത്ഥം പഴയ നിയമ ഭക്തന്മാർ ആടുകളെയും കാളകളെയും അറുത്ത് യാഗം കഴിച്ച സന്ധ്യായാഗത്തിന്റെ ക്രമം അവര് നടത്തിയത് ഒരു ചെലവും കൂടാതെ 2 കൈയും ഉയർത്തി നിൽക്കുമ്പോൾ സന്ധ്യായാഗമായി നിന്റെ കുടുംബത്തിന്റെ മീതെ അത് പ്രൊട്ടക്ഷനായി, നിന്റെ തലമുറയുടെ മേൽ സംരക്ഷണമായി, നിന്റെ വീടിന്റെ മേൽ ഐശ്വര്യമായി. ഇന്ന് പകൽ കരം ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച്